ജിത്തേട്ടാ നിക്ക്, എങ്ങോട്ട് വെച്ച് നമ്മളീ പോന്നേ? ഞാൻ ഉള്ളിടത്തോളം കാലം നീയും കുഞ്ഞും തെരുവ് കിടക്കേണ്ടി വരില്ല. പിന്നെ വേറൊരു വാടക വീടല്ലേ, അത് നമുക്ക് നോക്കാം. ബാ പോവാ. നിങ്ങൾ ഒളിച്ചോടി വന്നിട്ട് കല്യാണം കഴിച്ചതല്ലേ? അങ്ങനെയുള്ളവർക്ക് ഇവിടെ വീടില്ല കേട്ടോ. എനിക്കൊരു പെൺകുട്ടിയാണുള്ളത്. പേരിനെ വാലൊന്നും ഇല്ലേ? അയ്യോ, ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ വീട് കൊടുത്താലേ അത് ശരിയാവില്ല. കുട്ടികൾ വീടൊക്കെ അങ്ങോട്ട് വൃത്തിയാടാക്കും. അതാ. അയ്യോ, ഞങ്ങളിവിടെ ബാച്ചിലേഴ്സിന് മാത്രമേ വീട് കൊടുക്കുന്നുള്ളൂ. 4 മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് തരേണ്ടി വരും. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. നിങ്ങളിത് ഏത് ലോകത്തിലെ ചേട്ടാ? ഈ ബഡ്ജറ്റിലൊന്നും വാടക വീട് കിട്ടില്ല. അപ്പോ പറഞ്ഞല്ലോ ഓക്കെ അല്ലേ? ഓക്കെയാണ്. എന്നാ പിന്നെ കേറി കണ്ടോളൂ. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. അപ്പൊ ഇനി പൈസ ആയിട്ടല്ലെങ്കിലും നമ്മൾ സ്വീകരിക്കും. ഇതാടാ പുതിയ വാടകക്കാര്. നല്ല ടീമാ. ഓസിന് താമസിക്കാനടുത്ത വീട് നോക്കി ഇറങ്ങിയതായിരിക്കും അല്ലടാ? എന്റെ ചേട്ടാ, രണ്ടും ഫ്രോഡുകളാണ്, അടുപ്പിക്കാൻ കൊള്ളത്തില്ല. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലടാ. എല്ലാം എനിക്കെതിരാ. ഓരോ പ്രശ്നം തീരുമ്പോ ഓരോന്നായിട്ട് വീണ്ടും വീണ്ടും വരും. പാവള്. എടാ അതിനിപ്പോ എന്താ, നിനക്ക് വീട് ശരിയാവണവരെ ഇവിടെ നിൽക്കാലോ. എടാ ഞങ്ങള് രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ. നീ എനിക്ക് ചെയ്തു തന്നതിന് കണക്ക് നോക്കാൻ തന്നാലേ തിരിച്ചു തരാനേ ഇതൊന്നും പോരാതെ വരും. നിങ്ങൾ ഇങ്ങനെ വരുന്നവരും പോണവരും വിളിച്ച് വീട്ടിൽ കയറ്റിക്കോ. എനിക്ക് തോന്നുന്നില്ല ഇവരെ പഠിത്തൊന്നും പോവെന്ന്. എനിക്ക് കുറച്ച് പ്രൈവസി ഒക്കെ വേണം. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കും.